ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോട്ട് സ്റ്റാർ. നമ്മളിന്നിവിടെ 7th വസന്ത് പാഠ്യപുസ്തകത്തിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള നാഗാർജുൻ്റെ ഹിമാലയ് കി ബേട്ടിയാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹിമാലയ് കി ബേട്ടിയ. ഹിമാലയ് കി ബേട്ടിയാം എന്താണ്? ഹിമാലയത്തിൻ്റെ മക്കൾ, പെൺമക്കൾ. ബേട്ടിയാം അല്ലേ, ഹിമാലയത്തിൻ്റെ മക്കൾ. ഹിമാലയത്തിന് മക്കളുണ്ടോ? എന്താ ഇങ്ങനെ പറയുന്നത്? ഹിമാലയത്തിന് പെൺകുട്ടികളുണ്ടോ? ഇനി ഹിമാലയം എന്ന് വെച്ചാൽ ഹിമാലയ പർവ്വതം ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിന് പെൺമക്കളുണ്ടോ എന്നൊക്കെ വിചാരിക്കും. നമുക്ക് നോക്കാം, ചാപ്റ്ററിനകത്ത് പോവാം. അപ്പം എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും. ഹിമാലയ് കി ബേട്ടിയാം. अभी तक मैंने उन्हें दूर से देखा था, बड़ी गंभीर, शांत, अपने आप में खोई हुई लगती थी. अभी तक मैंने उन्हें दूर से देखा था. ഞാൻ ഇതുവരെയും ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത്രയും അടുത്ത് ഞാൻ ചെന്നിട്ടില്ല. ബഡി ഗംഭീർ, വളരെ ഗംഭീരമായിട്ട്, ശാന്തമായിട്ട്. അപ്പിനെ ആത്മയും ഖോയി ഹുയിൽ, ഇങ്ങനെ തന്നിൽ തന്നെ സ്വയം മുഴുകിയിരിക്കുന്ന പോലെ ഇങ്ങനെയുള്ള ആ ഒരു നിൽപ്പ് ഞാനിങ്ങനെ അടുത്ത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. സംപ്രാന്ത മഹിളാക്കി ഭാന്തി അല്ലേ, എന്താണ് ഒരു നല്ല കുലീനയായിട്ടുള്ള ഒരു സ്ത്രീനെ പോലെ പ്രതീത് ഹോത്തീതി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഉൻകെ പ്രതി മേരെ ദിൽമേം അഥാർ പ്രേമ ശ്രദ്ധ കെ ഭാവ്ദേ. എൻ്റെ മനസ്സിൽ അല്ലേ, ഉൻകെ പ്രതി, അതിനോട്, അവരോട് എൻ്റെ മനസ്സിൽ വളരെ ആദരവും ശ്രദ്ധയും ഒക്കെയുണ്ട്. മാ और दादी, मौसी और मामी की गोद की तरह उनकी धारा में डुबकियां लगाया करता. അപ്പോൾ ഒരു അമ്മേനെ പോലെ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയെ പോലെ, അല്ലെങ്കിൽ ഒരു മൗസിയെ പോലെ, മാമീനെ പോലെയൊക്കെ അവരുടെ മടിയിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താണ്, ഒരു ശാന്തത അല്ലെങ്കിൽ ഒരു സമാധാനം, അതൊക്കെ എനിക്ക് ഈ ധാരാമ്യം ഡുബിക്കിയാം ലഗായ കർത്ത. ഈ നദിയുടെ ഒഴുക്കാണല്ലേ ധാര, നദിയുടെ ഒഴുക്കിൽ ഇങ്ങനെ ആ വെള്ളത്തിൽ മുങ്ങി നീ വരുമ്പോൾ എനിക്ക് ആ ഒരു അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ ആ ഒരു കെയർ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉദ്ഭവിച്ച് ഒഴുകുന്ന നദികളെക്കുറിച്ച്. परंतु इस बार जब मैं हिमालय के कंधे पर चढ़ा तो वे कुछ और रूप में सामने थी. परंतु എന്നാൽ इस बार ഇത്തവണ ജബ് മേം ഹിമാലയക്ക് കന്തേ പർ ചടാത്തോ, ഹിമാലയത്തിൻ്റെ തോളിൽ ഞാനിങ്ങനെ ചവിട്ടിയപ്പോൾ വേ കുച്ച് ഓർ രൂപമേം, എനിക്ക് വേറൊരു രൂപത്തിലാണ് എനിക്ക് എൻ്റെ മുന്നിൽ കാണാനായിട്ട് സാധിച്ചത്. മേം ഹൈറാൻ താ, ഞാൻ പേടിച്ചു പോയി. കേ യഹി ദുബലി പത്തലി ഗംഗ അല്ലേ, വളരെ മെലിഞ്ഞുണങ്ങിയ ഗംഗ, ഗംഗാ നദിയൊക്കെ വളരെ ക്ഷീണിച്ചു പോയിരിക്കണു. യഹി യമുന, യഹി സത്ലജ്, എല്ലാം അങ്ങനെ തന്നെ, യമുനയും സത്ലജും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഒക്കെ വളരെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. മൈതാനോമേ മുതർക്കർ വിശാൽ കൈസേ ഹോ ജാത്തി ഹെ. പിന്നെ ഇങ്ങനെ മൈതാനത്തിൽ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അല്ലേ, ഇങ്ങനെ പരന്ന പ്രദേശത്ത് കൂടെ ഒഴുകുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് അത്രയും വെള്ളം ഉണ്ടാകുക? നിറഞ്ഞ് പരന്ന് ഒഴുകാനുള്ള വെള്ളം എവിടെ ഈ നദിയിലൊക്കെ? इनका उछलना और कूदना, गिलगिलाकर लगातार हंसते जाना, इनके यह भाव भंगी, इनका यह उल्लास कहाँ गायब हो जाता है मैदान में जाकर. അപ്പം ഇങ്ങനെ ഉച്ചൽക്കർ കൂതുക്കർ അല്ലേ, ഇങ്ങനെ ചാടി മറിഞ്ഞ് തുള്ളി തുളുമ്പിക്കൊണ്ട് ഒഴുകുന്ന ഈ നദികളുടെ അല്ലേ, ഹസ്തേ ജാന, ചിരിച്ചുകൊണ്ട്, ഇൻകി യഹ് ഭാവ് ഭംഗിയിൽ, ഇവരുടെ ആ ഭാവ ഭംഗിമ, ഇൻക യഹ് ഉല്ലാസ്, അവരുടെ ഈ സന്തോഷം, കഹാം ഗായബ് ഹോ ജാത്താ ഹേ മൈതാൻ മേം ജാക്കർ, മൈതാനത്തിലേക്ക് ഒഴുകി എത്തുമ്പോൾ ഇവരുടെ ഈ സന്തോഷവും ഈ ഭംഗിയും ഈ കളിയും ചിരിയും എല്ലാം എവിടെയാണ് അപ്രത്യക്ഷമായത്? കിസി ലഡ്കിക്കോ ജബ് मैं देखता हूँ, किसी कली पर जब मेरा ध्यान अटक जाता है तब भी इतना कौतूहल और विस्मय नहीं होता. എപ്പോഴാണോ ഞാനൊരു പെൺകുട്ടിയെ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു പൂമൊട്ടിനെ നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, അതിനേക്കാളൊക്കെ തബബി, അത്രയും എനിക്ക് എന്താണ് ഒരു കൗതുകം, ഇതുവരെയും എനിക്ക് കൗതുകവും വിസ്മയവും ഒന്നും തോന്നിയിട്ടില്ല. അപ്പം ഒരു പെൺകുട്ടിയെ കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു പൂമൊട്ട് കാണുന്നതിനേക്കാളും അത്രയും കൗതുകവും വിസ്മയവുമാണ് ഈ നദികളുടെ തുള്ളി തുളുമ്പി
ഈ ചിരിച്ചുകൊണ്ടുള്ള കളിച്ചും ചിരിച്ചുകൊണ്ടുള്ള ഈ ഒഴുക്ക് കാണാൻ. ജിത്നാ കി ഇൻ ബേട്ടിയാം കി ബാലലീല ദേഖ് കർ. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായതുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ ബേട്ടികളായിട്ട് ഈ നദികളെ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബേട്ടികളുടെ ബാലലീല ദേഖ് കർ അല്ലേ, അവരുടെ ഈ കുസൃതി, കുട്ടി കുസൃതി കാണാൻ. कहाँ ये भागी जा रही है, ഇതെല്ലാം എവിടെ പോയി? വഹ് കോൻ ലക്ഷ്യ ഹേ ജിസിനെ ഇനി ബേചൈൻ കർ രഖാ ഹേ. എന്ത് ലക്ഷ്യമാണ് ഇവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നത്? अपने महान पिता का विराट प्रेम पाकर भी अगर इनका हृदय अतृप्त ही तो वह कौन होगा जो इनकी प्यास मिटा जाएगा. ഇവരുടെ അപ്പനെ മഹാൻ പിതാക്ക അല്ലേ, ഇവരുടെ അച്ഛനാരാണ്? മഹാനായിട്ടുള്ള ഹിമാലയ പർവ്വതം. അപ്പം ഈ അച്ഛൻ്റെ വിരാട് പ്രേമം അല്ലേ, അച്ഛൻ്റെ ഈ ഇത്രയും പ്രേമം അനുഭവിച്ചിട്ടും കൂടി, അച്ഛൻ്റെയും ഇത്രയും നല്ല സ്നേഹം ഇവരെ അനുഭവിച്ചിട്ട് കൂടി ഇൻക ഹൃദയ അതൃപ്തി ഹേ ഹെ, ഈ പെൺകുട്ടികളുടെ മനസ്സ് അതൃപ്തമാണ്. വഹ് കോൻ ഹോഗ ജോ ഇൻകി പ്യാസ് മിട്ടാ സഖേക, ഇവരുടെ ദാഹം ഇല്ലാതാക്കാനായിട്ട് ആരെ കൊണ്ടാണ് സാധിക്കുക? ബറഫ് ജലി നങ്കി പഹാഡിയാം ചോട്ടെ ചോട്ടെ പൗദോം സെ ഭരി ഘാട്ടിയാം. ബറഫ് ജലി നങ്കി പഹാഡിയാം അല്ലേ, മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളും പിന്നെ ചെറിയ ചെറിയ ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള താഴ്വരകളും പിന്നെ ബന്ധൂർ ആതിഥ്യകായയും അല്ലേ, എന്താണ് ഒരു ബ്രദറിനെ പോലെയുള്ള ചെറിയ ചെറിയ പീക്സൊക്കെ അല്ലേ, ബ്രദറിന് പിന്നെ ഡെയിൽ താഴ്വരകളും സർസബ്ജ് ഉപത്യകായും എന്താണ് ഹൈലാൻഡ്സും വാലീസും. ഹൈലാൻഡ്സിനെ കുറിച്ചിട്ടും വാലീസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ആതിഥ്യകായ എന്ന് വെച്ചാൽ ഹൈലാൻഡ്സ്, ഉപത്യകായ എന്ന് വെച്ചാൽ വാലീസ്. അപ്പം ഹൈലാൻഡ്സും വാലീസും ഒക്കെ ഏസാ ഹേ ഇൻകാ ലീല നിഖേതൻ, ഇതെല്ലാം അടങ്ങുന്നതാണ് അവരുടെ ഈ ഒരു കളി വീട്. ഗേൽത്തെ ഗേൽത്തെ ജബ് യേ സറാ ദൂർ നികൽ ജാത്തി ഹെ, കളിച്ച് കളിച്ച് അവരിങ്ങനെ ദൂരെ ദൂരെ ഒഴുകി പോവാണ്. तो देवदार, चीड़, सरो, चिनार, सफ़ेदा, केला के जंगलों में पहुंचकर शायद उन्हें बीती बातें याद करने का मौका मिल जाता होगा. അങ്ങനെ അവർ ദൂരെ ദൂരെ ഒഴുകി പോകുമ്പോൾ ഇങ്ങനെ കാടിലൂടെയൊക്കെ ഒഴുകി പോകേണ്ടി വരും അല്ലേ. അപ്പോൾ ആ കാടിനകത്തുള്ള ദേവദാറ്, ചീട്, സറോ, ചിനാറ്, സഫേദ, കേല തുടങ്ങിയ മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ മരത്തിനിടയിലൂടെയൊക്കെ ഇങ്ങനെ ഇവർ കാട്ടിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് ശാന്തമായിട്ട് അവർക്ക് അവരുടെ ബീത്തി ഭാത്തേം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണ് അതിലൂടെ അവർക്ക് കിട്ടുന്നത്. कौन जाने बूढ़ा हिमालय अपनी इन नटखट बेटियों के लिए कितना सिर धुनता होगा അല്ലേ. ആർക്കറിയാം വയസ്സാനായ ഹിമാലയം തൻ്റെ ഈ വികൃതികളായിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്ര തലകുനിക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. ബഡി ബഡി ചോട്ടിയോം സെ ജാക്കർ പൂछिए तो उत्तर में विराट मौन के सिवाय उनके पास और रखा ही क्या है. അപ്പോൾ വലിയ വലിയ ഈ പർവ്വതങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് താഴ്വരകളുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എന്താണ് ചോട്ടി മീൻസ് പീക്ക്. അപ്പം ഈ വലിയ വലിയ പീക്കിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിറാട്ട് മൗൻ അല്ലേ, വളരെ ആഴത്തിലുള്ള ഒരു സൈലൻസ്, അത് മാത്രമായിരിക്കും അവർക്ക് അവരുടെ അടുത്തുള്ള ഒരു മറുപടി, അല്ലാതെ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. सिंधु और ब्रह्मपुत्र ये दो ऐसे नाम हैं जिनके सुनते ही रावी, सतलज, व्यास, चनाब, झेलम, काबुल, कपिशा, गंगा, यमुना, सरयू, गडक, कोसी आदि हिमालय की छोटी बड़ी सभी बेटियां आंखों के सामने नाचने लगती है. അപ്പോൾ സിന്ധു और ബ്രഹ്മപുത്ര, സിന്ധു ബ്രഹ്മപുത്ര നദികളാണ്. ഈ ദോ ഏസേ നാം ഹെ, ഈ രണ്ട് പേരുകൾ. പിന്നെ ജിസ്കെ സുൻതേ ഹി, അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപനദികളായിട്ട് വരുന്നതാണ് രാവിയും സതുലജും വ്യാസ്, ചനാബ്, ജേലം, കാബുൽ, കാബുലിന് കുംഭ എന്ന് വേറൊരു പേരുണ്ട്, കപിശ, ഗംഗ, യമുന, സരയു, കടക്, കോസി ആദി ഹിമാലയ. ഇതൊക്കെ ഹിമാലയത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മക്കളും ആംഖോം കി സാമിനെ നാച്ചിനെ ലഗ്തി ഹെ, നമ്മുടെ കണ്ണുകളുടെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഇങ്ങനെ കലകലാരവമായിട്ട് കളിച്ച് ചിരിച്ച് ഇങ്ങനെ തുള്ളി തുളുമ്പി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പറയുന്നത്. വാസ്തവം സിന്ധു ഓർ ബ്രഹ്മപുത്ര സ്വയം കുച്ച് നഹി ഹെ, യഥാർത്ഥത്തിൽ സിന്ധുവും ബ്രഹ്മപുത്രയൊന്നും സ്വയം ഒന്നും അല്ല.
दयालु हिमालय के पिघले हुए दिल की एक एक बूंद न जाने कब से इकट्ठा होकर इन दो महानदों के रूप में समुद्र की ओर प्रवाहित होती रही है. ശരിക്കും ദയാലുവായിട്ടുള്ള ഹിമാലയത്തിൻ്റെ ആ പിഘലെ ഹുയെ ദിൽക്കിലെ ആ അലിവുള്ള ആ ഹൃദയത്തിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളികളും സംഭരിച്ച് അല്ലേ അത് ഒന്നിച്ചു കൂടിയാണ് മഹാനദികളായിട്ട് രൂപം എടുത്തിരിക്കുന്നത്. എന്നിട്ടോ സമുദ്രക്ക് ഓർ പ്രവഹിത്ത് ഹോത്തി സമുദ്രത്തിലേക്ക് അത് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്വയം സിന്ധുവും ബ്രഹ്മപുത്രയും ഒന്നുമല്ല. ഈ ദയാലുവായിട്ടുള്ള ഹിമാലയത്തിൻ്റെ ദയ നിറഞ്ഞ ആ മനസ്സിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളികളും ഇങ്ങനെ ഒന്നിച്ചു ചേർന്നാണ് മഹാനദികളായിട്ട് രൂപാന്തരപ്പെട്ട് അതിങ്ങനെ സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്നത്. कितना സൗഭാഗ്യശാലി ഹെ വഹ് സമുദ്ര. ആ സമുദ്രം എത്ര സൗഭാഗ്യശാലിയാണ്, എത്ര ലക്കിയാണ്. ജിസെ പർവ്വതരാജ് ഹിമാലയ്ക്ക് ഇൻ ദോ ബേട്ടിയോം കാ ഹാത്ത് പകട്നെ കാ ശ്രേയ മില. പർവ്വതരാജൻ്റെ ഈ രണ്ട് മക്കളുടെയും കൈ പിടിക്കാനുള്ള അല്ലേ സിന്ധുവും ബ്രഹ്മപുത്ര എന്ന നദികളെ നദികൾ സമുദ്രത്തിന് കല്യാണം കഴിച്ചു കൊടുത്തതുപോലെ. അപ്പോൾ സമുദ്രത്തിലേക്കല്ലേ ഒഴുകുന്നത്. സ്വന്തം വീട് ഹിമാലയവും ഇവിടെ നിന്ന് ഉദ്ഭവിച്ചിട്ട് സമുദ്രത്തിലേക്ക് ഒഴുകി ചേരുന്നതിനെ സമുദ്രത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് പോലെയാണ് കവി പറയുന്നത്. അപ്പോൾ പർവ്വതരാജാവായിട്ടുള്ള രണ്ട് മക്കളുടെ കൈ പിടിക്കാനുള്ള ആ ഒരു ഭാഗ്യം ഈ സമുദ്രത്തിന് ഉണ്ടായല്ലോ എന്ന് കവി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കിത്തന സൗഭാഗ്യശാലി ഹെ വ സമുദ്ര ജിസെ പർവ്വതരാജ് ഹിമാലയ്ക്ക് ഇൻ ദോ ബേട്ടിയോം കാ ഹാത്ത് പകടനെ കാ ശ്രേയ മില. ഹിമാലയത്തിൻ്റെ രണ്ട് പെൺമക്കളുടെ കൈ പിടിക്കാനുള്ള ആ ഒരു ശ്രേയസ്, ആ ഒരു ഭാഗ്യം ഈ സമുദ്രത്തിന് കിട്ടിയെന്ന് കവി പറയുന്നു. ജിനോനെ മൈതാനോമേം ഹി നദിയോം കോ ദേക്കാ ഹോഗ. നമ്മൾ ഈ മൈതാനങ്ങളിലൊക്കെ വെച്ചിട്ട് ഈ നദികളെ ഇങ്ങനെ കാണും അല്ലേ, സ്പ്രെഡായിട്ട് ഇങ്ങനെ പരന്നൊഴുകുന്ന സമയത്ത്. ഉൻകി ഖയാൽമേം ഷായദ് ഹി യഹ് ബാത്ത് ആ സക്തേ കി ബൂഢേ ഹിമാലയ കി ഗോതുമേം ബച്ചിയാ ബൻകറേ കൈസേ ഗേല കർത്തി ഹെ. അപ്പം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഈ വയസ്സായ ഹിമാലയത്തിൻ്റെ മടിയിൽ കിടന്നിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ കളിച്ചതും വളർന്നതൊക്കെയാണ് ഓർമ്മ വരുന്നത്. माँ बाप की गोद में नंग दड़ांग होकर खेलने वाली इन बालिकाओं का रूप पहाड़ी आदमियों के लिए आकर्ष भले न हो. അപ്പോൾ ഒരു അമ്മേൻ്റെ അച്ഛൻ്റെയും മടിയിൽ കിടന്നിട്ട് കുട്ടികളിങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് കളിക്കില്ലേ കുഞ്ഞുമക്കൾ. അപ്പോൾ അതുപോലെയാണ് ഈ കുട്ടികളുടെ കളികളൊക്കെ. പഹാടി ആദിമയും പർവ്വത പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ആകർഷകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ലേക്കിൻ മുझे तो ऐसा लुभावना प्रतीत हुआ वह रूप की हिमालय को ससुर और समुद्र को उसका दामाद करने में कुछ भी झिझक नहीं होती है. അപ്പോൾ എനിക്ക് മുझे तो ऐसा लुभावना, എനിക്കിതിൽ വേറൊരു കാര്യമാണ് തോന്നുന്നത് അല്ലേ. എന്താണിത്, എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ഭാവന. വഹ റൂപ് കി हिमालय को ससुर, हिमालय ससुराണ്. और समुद्र को उसका दामाद അല്ലേ. സമുദ്രം അതിൻ്റെ ദാമാദാണ്, മരുമകനാണ് സമുദ്രം. ഉസിനെമേം കുച്ച് ബി ജിജക് നഹി ഹാത്ത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചത് സമുദ്രവുമായതുകൊണ്ട് ഹിമാലയം സസുറുമാണ്, സമുദ്രം ദാമാദാണ്, സണ്ണിലോ ആയിട്ടാണ് ഇവിടെ കരുതുന്നത്. അങ്ങനെ കാണുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല, അങ്ങനെ കാണുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് കവി പറയുകയാണ്. कालिदास के विरही यक्ष ने अपनी मेघदूत से कहा था, वेत्रवती अदायद बेतवा नदी को प्रेम का प्रतिदान देते जाना, तुम्हारी यह प्रेयसी तुम्हें पाकर अवश्य ही प्रसन्न होगी. കാളിദാസൻ്റെ ഒരു ക്യാരക്ടറാണ് വിരഹി യക്ഷൻ. അപ്പോൾ വിരഹി യക്ഷൻ തൻ്റെ മേഘദൂതിൽ പറയുന്നുണ്ട്. കാളിദാസൻ്റെ മേഘദൂത് എന്ന കൃതിയിലെ ഒരു ക്യാരക്ടറാണ് വിരഹി യക്ഷ്. അപ്പോൾ ഈ വിരഹി യക്ഷയിലൂടെ കാളിദാസൻ എന്താണ് പറയുന്നത്, വേത്രവതി നദിക്കോ, വേത്രവതി എന്ന നദിയിൽ പ്രേം കാ പ്രതിദാൻ ദേനെ ജാന, വേത്രവതി എന്ന നദിയെ പ്രേമത്തിന് പ്രതിദാനമായിട്ട്, പ്രേമത്തിന് പകരമായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. തുമാരി വഹ് പ്രേയസി തുമേം പാക്കർ അവശ്യ ഹി പ്രസന്ന ഹോഗി. അപ്പം നിൻ്റെ പ്രേയസി ഈ നദി, ഇത് നമ്മൾ ദാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് നദിയെ, അപ്പം അത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷിക്കുമെന്ന്.
यह बात इन चंचल नदियों को देखकर मुझे അച്ചാനക് യാദ് ആ ഗയി അല്ലേ. എനിക്ക് ഈ ഒരു കാര്യം, ഈ ചഞ്ചലമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഓർ സോച്ചാക്കി ഷായദ് ഉസ് മഹാകവി കോ ബി നദിയോं का സചേതൻ രൂപക് പസന്ദ. ഈ കവികൾക്കൊക്കെ, ഈ മഹാകവിക്കൊക്കെ നദികളുടെ ഈ സചേതനമായിട്ടുള്ള രൂപം അല്ലേ, ഈ നദികളെയൊക്കെ അമ്മയായിട്ട്, ബഹനായിട്ട്, പിന്നെ പ്രേയസിയായിട്ട് ഒക്കെ നദികളെ കാണുന്നുണ്ട്, ഓരോ നദീനെയൊക്കെ. അങ്ങനെയൊക്കെ കവികൾ ഒരുപാട് കൽപ്പനകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ കവി ഓർക്കുന്നത്. दरअसल जो भी कोई नदियों को पहाड़ी घाटियों और समतल आंगनों के मैदानों में जुदा जुदा शक्लों में देखेगा वह इसी नतीजे पर पहुँचेगा. ദറസൽ ശരിക്കും ആരാണോ ഈ നദികളെ അതിങ്ങനെ പർവ്വത പ്രദേശത്തു കൂടി താഴ്വരകളിലൂടെ ഒഴുകി സമതല പ്രദേശത്തിലെ ആംഖൻ ഇങ്ങനെ മൈതാനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ അവരുടെ ഒഴുക്കും കളിയും ഒക്കെ കാണുമ്പോൾ ആർക്കാണ് ഇവരെ ഇങ്ങനെ അമ്മയായിട്ടും അല്ലെങ്കിൽ ബഹനായിട്ടും പ്രേയസിയൊക്കെ ആയിട്ട് കാണാൻ പറ്റാത്തത്? അങ്ങനെ ആരായാലും കണ്ടുപോകും എന്നാണ് പറയുന്നത്. കാക്ക കാലേൽക്കറിനെ നദിയോं को ലോകമാതാ കഹാ ഹെ. കാക്ക കാലേൽക്കർ നദികളിനെ ലോകമാതാവായിട്ടാണ് പറയുന്നത്. കിന്തു മാതാ ബനനെ സെ പെഹലെ യദി ഹം ഉन्हें बेटियां के रूप में देख ले तो क्या हर्ष है. അപ്പോൾ അമ്മയായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ അമ്മയാകുന്നതിന് മുന്നേ ഇവരൊരു മകളായിരിക്കുമല്ലോ അല്ലേ. ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് അമ്മയാവില്ലല്ലോ. അപ്പോൾ അമ്മയാകുന്നതിന് മുന്നേ ഇതൊരു മോളായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ മോളായിട്ട് കാണുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഓർ ദോട ആകെ ചലിയേ. ഇനി കുറച്ചുകൂടി മുന്നിൽ പോയി ചിന്തിക്കുകയാണെങ്കിൽ, ഇനിയും അഗർ ഹം പ്രേയസിക്ക് ഭാവന കരേ തോ കേസി രഹെങ്കി. ഇനി ഇവരെ പ്രേയസിയായിട്ട്, നദികളെ പ്രേയസിയായിട്ട് കാണുന്നതിൽ എന്താ തെറ്റുള്ളത്? മമതാക്ക ഏക് ഓർ ബി ദാഗ അല്ലേ. അത് മമതയുടെ വേറൊരു എന്താണ് ചരടാണത്. ജിസെ ഹം ഇൻകെ സാത്ത് ജോഡ് സക്തേ ഹെ. നമുക്കിതിനെ ഒന്നിച്ചിട്ട് കെട്ടാനായിട്ട് പറ്റും. ബഹൻ കാ സ്ഥാൻ കിത്തനെ കവിയോം നെ നദിയോം കോ ദിയാ ഹെ. അതുപോലെ ബഹൻ അല്ലേ, സിസ്റ്ററുടെ ഒരു സ്ഥാനം എത്ര കവികളാണ് ഈ നദികൾക്ക് കൊടുത്തിട്ടുള്ളത്? ഏക് ദിൻ മേരി ബി ഏസി ഭാവന ഹുയി. എനിക്കും ഇങ്ങനെ ഒരു ദിവസം ഒരു ഭാവന ഉണ്ടായിട്ടുണ്ട്. എനിക്കും ദോ ലിഡ് തിബ്ത്, അതായത് ദോലിങ് എന്ന് പറഞ്ഞാൽ തിബത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കി ബാത്ത് ഹെങ്, തിബത്തിൽ വെച്ചുണ്ടായ ഒരു കാര്യമാണ്. മൻ ഉച്ചട്ട് ഗയാത, എൻ്റെ മനസ്സന്ന് വളരെ അസ്വസ്ഥമായിരുന്നു. തബിയത്ത് ഡീലിദ്, എൻ്റെ ഹെൽത്തും വളരെ വീക്കായിരുന്നു. സത്ലജ് കെ കിനാരെ ജാഗർ ബൈറ്റ് ഗയെ, ഞാനിങ്ങനെ സത്ലജ് നദിയുടെ തീരത്ത് ചെന്ന് ഇരുന്നു. ദോപഹർ കാ സമയത, ഒരു ഉച്ച സമയമായിരുന്നു. പയർ ലടക്ക ദിയേ പാനീമേം, ഞാനിങ്ങനെ വെള്ളത്തിനകത്തേക്ക് കാലിട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ദോടി ഹി ദേർമേം ഉസ് പ്രഗതിശീൽ ജൽസെ അസർ ഡാല, കുറേ നേരം കഴിഞ്ഞപ്പം ആ പ്രഗതിശീലമായിട്ടുള്ള ആ വെള്ളത്തിൻ്റെ സ്വാധീനം എനിക്ക് അനുഭവപ്പെട്ടു. തൻ ഓർ മൻ താസാ ഹോ ഗയാ തോ ലഖാമേം ഗുൻഗുനാനെ, എൻ്റെ മനസ്സും ശരീരവും ഒക്കെ വളരെ തണുപ്പായിട്ട് മാറി. ആ ഒരു എന്താണ് അസ്വസ്ഥതയും എൻ്റെ ആ അസുഖം എല്ലാം പോയി. ഞാൻ കുറച്ച് ഹെൽത്തി ആയതുപോലെ, കുറച്ച് ഫ്രഷ് ആയതുപോലെ ഞാൻ ഫീൽ ചെയ്തു. അപ്പം ഞാൻ സ്വയം ഇങ്ങനെ മൂളിപ്പാട്ട് പാടുക, ഗുൻഗുനാനെ, മൂളിപ്പാട്ട് പാടുന്നതിന് ഗുൻഗുനാന. അപ്പം ഞാനിങ്ങനെ പാടി, जय हो सतलज बहन तुम्हारी, ലീല അചരജ് ബഹൻ തുമാരി. എന്താണ് ജയ് ഹോ സത്ലജ് അല്ലേ. സത്ലജ് നീ ജയിക്കട്ടെ, സത്ലജ് സത്ലജ് ജയിക്കട്ടെ. ബഹൻ തുമാരി അല്ലേ, എന്താണ് സിസ്റ്ററാണ്, നിൻ്റെ സിസ്റ്ററാണ്. ലീല എൻ്റെ സിസ്റ്ററാണ്. ജയ് ഹോ സത്ലജ് ബഹൻ, എന്താണ് സിസ്റ്ററായിട്ടുള്ള സത്ലജ് ജയിക്കട്ടെ. തുമാരി ലീല അചരജ്, നിൻ്റെ ലീല എന്ന് പറയുന്നത് അചരജാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ബഹൻ തുമാരി ഹുവ മുദിത് മൻ ഹഠാഘുമാരി, മനസ്സിനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കും, മനസ്സെപ്പോഴും സന്തോഷം നിറഞ്ഞതാക്കി മാറ്റും. ജാവുമേം തും പർ ബലിഹാരി അല്ലേ, ഞാൻ നിന്നിൽ എപ്പോഴും ഇങ്ങനെ അഫെക്ഷനേറ്റ് ആയിട്ടിരിക്കുകയാണ്, വളരെ ഒരു അഫെക്ഷൻ തോന്നുന്നു നിന്നെ കാണുമ്പോൾ. തും ബേട്ടി യഹ് ബാപ്പ് ഹിമാലയ്, നീ മോളും നിൻ്റെ അച്ഛൻ ഹിമാലയ പർവ്വതവും ആണ്. തും ബേട്ടി യഹ് ബാപ്പ് ഹിമാലയ്, നീ മോളും നിൻ്റെ അച്ഛൻ ഹിമാലയവുമാണ്. ചിന്തിത് പർ ചുപ് ചാപ്പ് ഹിമാലയ്, അതായത് എന്തോ ചിന്തിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടാതെ ഹിമാലയ ഇങ്ങനെ. പ്രകൃതി നടിക്ക് ചിത്രിതപ്പെട്ടുപ്പർ അല്ലേ, പ്രകൃതിയാകുന്ന ഇത് പ്രകൃതിയിലെ ചിത്രിതപ്പെട്ടുപ്പർ, ഒരു ചിത്രം പോലെ ഇങ്ങനെ എന്താണ് ഒരു ഭിത്തി പോലെ അല്ലേ. പട്ടെന്ന് വെച്ചാൽ ഭിത്തി, ഒരു ഭിത്തി പോലെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു.
അനുപം അദ്ഭുത് ചാപ് ഹിമാലയ്. അനുപം അദ്ഭുത് ചാപ് ഹിമാലയ്. അനുപമാണ്, അതെന്താണ്, ഉപമിക്കാൻ പറ്റാത്തത്, അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, പിന്നെ അദ്ഭുതമായിട്ടുള്ള അല്ലേ ഒരു ചാപ്പ് പോലെ, ഒരു സീൽ പോലെയാണ് ഹിമാലയം. ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി. എന്താണ്, ബഹൻ ഈ ജയിക്കട്ടെ, സത്ലജ് ബഹൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കവി സത്ലജ് നദിയിൽ കാലുകൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷായി, ആൾ രോഗമുക്തനായതുപോലെ ഫീൽ ചെയ്തു. അപ്പോഴൊന്നിങ്ങനെ മൂളിയ വരികളാണ് ഇതൊക്കെ. ജയ് ഹോ സത്ലജ് ബഹൻ തുമാരി, ലീല അചരജ് ബഹൻ തുമാരി, ഹുവാ മുദിത് മൻ ഹഠാ ഘുമാരി, ജാഊ മീം തും പർ ബലിഹാരി, തും ബേട്ടി യഹ് ബാപ്പ് ഹിമാലय, चिंतित पर चुपचाप हिमालय, प्रकृति नटी के चित्रित पट पर, अनुपम अद्भुत चाप हिमालय, जय हो सतलज बहन तुम्हारी. അപ്പം നാഗാർജുൻ എഴുതിയതാണ് ഈ കഥ. അപ്പം ഇത് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എൻ്റെ ചാനൽ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.